കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ചിറകിനടിയിൽ ഒളിക്കാൻ സർക്കാരിന് കഴിയില്ലെന്ന് കോടതി. അഴിമതി ജുഡീഷ്യറിയുടെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കാൻ രാജ്യസുരക്ഷാ കാരണം ആക്കാൻ കഴിയില്ല. വിവരങ്ങളുമായി ഹരീഷ് ചേർന്നു. ഹരീഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, റഫാൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടി തന്നെയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി തന്നെ കോടതി ലഞ്ച് ബ്രേക്കിന് വേണ്ടി പിരിഞ്ഞെങ്കിൽ തുടർന്ന് 2 മണിക്ക് കോടതി ചെയ്ത ശേഷം വളരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി വലിയ രീതിയിലുള്ളൊരു ചർച്ചകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചു അറ്റോർജനെ പലതും വാദിച്ചു. പക്ഷെ അതിന് ചുട്ട മറുപടി കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ തന്നെ വ്യക്തമായി തന്നെ റഫാൽ കരാറിൽ നല്ല മറുപടി നൽകുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ വാദങ്ങളെല്ലാം തന്നെ. KM ജോസഫ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ശ്രദ്ധേയപരമായ കാര്യം, KM ജോസഫും അതുപോലെ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്നിവരുടെ 3-അംഗ ബെഞ്ചാണ്. ആ 3-അംഗ ബെഞ്ചിൽ തന്നെ KM ജോസഫ് പല നിലപാടുകളും പല വാദമുഖങ്ങളും പല നിയമങ്ങളും ഉപയോഗിച്ച് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നിലവിൽ തന്നെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഔദ്യോഗികമായി തന്നെ ഒരു ചിറകിന്റെ അടിയിൽ ഒളിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് KM ജോസഫ് പ്രധാനമായി നടത്തിയിരിക്കുന്നത്. നിലവിൽ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും പ്രധാനമായ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ പറയുന്ന എല്ലാ രേഖകളും കഴിഞ്ഞ ദിവസം തന്നെ ഹിന്ദു പത്രത്തിന് എഡിറ്ററായിരുന്ന N റാവും അതോടൊപ്പം തന്നെ നിലവിൽ തന്നെ ANI അടക്കമുള്ള വാർത്താ ഏജൻസികളും പ്രശാന്ത് ഭൂഷൺ മുതിർന്ന അഭിഭാഷകരെല്ലാം തന്നെ പല സ്ഥലങ്ങളിലും മാധ്യമങ്ങൾ മുഖാന്തരവും അല്ലാതെയും പ്രചരിപ്പിക്കുന്ന വാർത്തകളെല്ലാം തന്നെ ശരിയായ നടപടിയല്ല, അതെല്ലാം തന്നെ മോഷ്ടിച്ചതാണ്. കാരണം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിലുള്ള ലിസ്റ്റിൽ നിന്ന് മോഷ്ടിച്ച കാര്യങ്ങളാണെന്നായിരുന്നു അറ്റോർണി ജനറൽ KK വേണുഗോപാലിന്റെ പ്രധാനപ്പെട്ട വാദം. അതിന് മറുപടി എന്ന രീതിയിലാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ പറയുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്, അതായത് പലതും മോഷ്ടിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഒരു പ്രതി അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആൾ ഒരു മോഷണം നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ആ മോഷണ തെളിവ് സറണ്ടർ ചെയ്തുകൊണ്ട് തന്നെ അത് ഹാജരാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന കേസ് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തെളിവ് കോടതിക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പ്രധാനമായി തന്നെ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ചോദിച്ചു. പക്ഷേ KK വേണുഗോപാൽ പ്രധാനമായി തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം തന്നെ മോഷ്ടിച്ച മുദ്രകളാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കേസിലെ പരിഗണിക്കെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തണം, സോഴ്സ് കണ്ടെത്തണം, ഇത് തള്ളണം, ഈ ഹർജി തള്ളണമെന്ന ആവശ്യമാണ് പ്രധാനമായി മുന്നോട്ട് വെച്ചത്. നിലവിൽ തന്നെ ഈ പറയുന്ന 4ഓളം ഹർജികളാണ് ഈ വിഷയമായി റഫാലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ പരിഗണിക്കുന്നത്. 4 പുനഃപരിശോധന ഹർജികളുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അരുൺ ഷൂരി, യശ്വന്ത് സിംഗ്, അതോടൊപ്പം തന്നെ മുതിർന്ന അഭിഭാഷകനായിരിക്കുന്ന പ്രശാന്ത് ഭൂഷൺ, അതുപോലെ സഞ്ജയ് സിംഗ്, ആം ആദ്മി MP ആണ് സഞ്ജയ് സിംഗ്, അദ്ദേഹം അടക്കം 4 പേരുടെ പത്രികയാണ് അല്ലെങ്കിൽ ഹർജികളാണ് സുപ്രീം കോടതിയെ പരിഗണനയുള്ളത്. അതിൽ തന്നെ സഞ്ജയ് സിംഗ് പല വേദികളും പല സ്ഥലങ്ങളിൽ വെച്ച് തന്നെ സുപ്രീം കോടതിയെ പല രീതിയിൽ പരാമർശിച്ചിരുന്നു റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കേസ് ഹർജി ഒന്നും തന്നെ ഇന്ന് പരിഗണിക്കില്ലെന്ന് കോടതി ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ തന്നെ മാർച്ച് 14 കൂടുതൽ വാദം കേൾക്കാൻ വേണ്ടി കേസ് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ തന്നെ 3-അംഗ ബെഞ്ച് ഇന്ന് 2-3 മണിക്കൂറോളം കേസ് നടപടികൾ നീണ്ടുനിന്നു. അതിലെല്ലാം തന്നെ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം തന്നെ ഈ പറയുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച തെളിവുകളാണ്, അതെല്ലാം തന്നെ പരിഗണിക്കാൻ വേണ്ടി സാധിക്കുക, അതെല്ലാം തന്നെ തള്ളണമെന്ന ആവശ്യമാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതൊന്നും തന്നെ കോടതി അംഗീകരിച്ചിട്ടില്ല. റഫാൽ വിഷയം കോടതിക്ക് മുമ്പിലെത്തുമ്പോൾ രാജ്യസുരക്ഷ സംബന്ധിച്ച ചോദ്യം ഉയർത്താനാകില്ലെന്ന് ജസ്റ്റിസ് KM ജോസഫ് നിരീക്ഷിച്ചിരിക്കുന്നു. റഫാൽ രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് വാദിച്ച MGയുടെ വാദം, അതായത് AGയുടെ വാദം കേൾക്കുന്നതിനിടെ കോടതി മിതത്വം പാലിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. പ്രതിരോധ ഇടപാടുകൾ കോടതിയുടെ പരിധിയിൽ വരില്ലെന്നും അദ്ദേഹം വാദിച്ചു. റഫാലിന് വേണ്ടി വാദിച്ച അതേ സിദ്ധാന്തം ഉൾക്കൊണ്ടാൽ ബൊഫേഴ്സ് വിഷയം കോടതി വരുമ്പോഴും രാജ്യസുരക്ഷ വിഷയമാകുമോ എന്ന് ജസ്റ്റിസ് KM ജോസഫ് ചോദിച്ചിരുന്നു. എന്നാൽ ഈ ബൊഫേഴ്സ് വിഷയം പ്രധാനമായി തന്നെ മോദി സർക്കാരും അതുപോലെ NDA സർക്കാരും പ്രധാനമായി തന്നെ UPA സർക്കാരിനെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ബൊഫേഴ്സുമായി ബന്ധപ്പെട്ട അഴിമതി. അപ്പോൾ ആ ചോദ്യമാണ് KM ജോസഫ് മുന്നോട്ട് വെച്ചത്. അപ്പൊ അങ്ങനെ ബൊഫേഴ്സ് വിഷയം നാളെ കോടതിയുടെ പരിഗണന എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബൊഫേഴ്സ് ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പരിഗണിക്കേണ്ട എന്ന് നിങ്ങൾ പറയുമെന്ന ചോദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അല്ലാതെ വളരെ വലിയ രീതിയിലുള്ള ശക്തമായ വാദപ്രതിവാദങ്ങൾക്കാണ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം കോടതിയിൽ അരങ്ങേറിയത്. എന്തായാലും മാർച്ച് 14 കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന് ആധാരമായ രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിലെ അതിപ്രധാന രേഖയാണെന്നും അത് പുറത്തു വന്നത് ഔദ്യോഗിക രഹസ്യ നിയമത്തിന് ലംഘനമാണെന്നും സർക്കാർ ഉച്ചയ്ക്ക് മുമ്പ് കോടതി വാദിച്ചിരുന്നു. ആ വാദം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ആ വാദം തന്നെയാണ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ ഹർജികളെല്ലാം തന്നെ തള്ളണമെന്ന ആവശ്യമായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. റഫാൽ ഇടപാടിൽ CBI അന്വേഷണം വേണ്ടെന്ന വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിശോധിക്കുകയായിരുന്നു കോടതി. നിലവിൽ തന്നെ കഴിഞ്ഞ ഡിസംബർ 14 തീയതിയായിരുന്നു കോടതി കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത്. ആ ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെയുള്ള
അന്ന് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ അത് ഈ സ്വാസ്ഥായി പോയി പാസ്റ്റൻസിലേക്ക് കണ്ടു. CAG റിപ്പോർട്ട് പരിശോധിച്ചു. CAG റിപ്പോർട്ട് PACക്ക് മുന്നിലെത്തി, അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ എത്തി എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ കോടതി നടത്തിയിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധിപ്രസ്താവമായിരുന്നു സുപ്രീം കോടതി ഡിസംബർ 14 നടത്തിയത്. അതിൽ തന്നെ ഈ ഞങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞു പോയി എന്നല്ല, പാസ്റ്റൻസിൽ ഞങ്ങൾ പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ റഫാൽ വിഷയത്തിൽ ഒരു തിരുത്തൽ അപേക്ഷ കേന്ദ്ര സർക്കാർ നൽകിയത്. അപ്പൊ അതെല്ലാം ആ കേസും കോടതിയെ പരിഗണിച്ചു. അതൊന്നും തന്നെ കോടതി ഇന്ന് പരിഗണിച്ചിട്ടില്ല. കോടതി പ്രധാനമായി തന്നെ ഇന്ന് ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രശാന്ത് ഭൂഷണും മുൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അരുൺ ഷൂരി, യശ്വന്ത് സിംഗ് എന്നിവർ നൽകിയ ഒരു ഹർജിയാണ്, പുനഃപരിശോധന ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. എന്തായാലും തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമായി തന്നെ പറയുന്നു, ഈ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ ഇതിന്റെ തെളിവുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു പോയിരിക്കുന്നു, ഇത് ലീക്കായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ അതിൽ തന്നെ നമ്മൾ എടുത്തു മറ്റേ രാഷ്ട്രീയപരമായി നമ്മൾ നോക്കിക്കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രാജ്യം സുരക്ഷിതമാണ്, രാജ്യം എന്റെ കയ്യിൽ സുരക്ഷിതമാണ്, ഞാൻ രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്നാണ് മോദി എപ്പോഴും പല വേദികളിലും പറയാറുള്ളത്. പക്ഷേ ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള മന്ത്രിസഭയുടെ കീഴിലുള്ള തന്നെ ഒരു പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ പല തെളിവുകളും നഷ്ടപ്പെടുന്നു, പല തെളിവുകളും പുറത്തു വരുന്നു. അത് ANA അടക്കമുള്ള ദ ഹിന്ദു ദിനപത്രം അടക്കമുള്ളവർക്ക് ലഭിക്കുന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു ലജ്ജാകരമായ കാര്യമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാവരും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ തന്നെ റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിൽ അത് രാഷ്ട്രീയപരമായി തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് തീരുമാനം. ഇന്നും ഈ പറയുന്ന ദ ഹിന്ദു ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന റാം പല തെളിവുകളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നിലവിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ അഴിവ് നടത്തിയിട്ടുണ്ടെന്ന തെളിവാണ് റാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളോളം ഡിസംബർ 14 ശേഷം ഇത്രയും ദിവസങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ഇത്രയും ദിവസം ഇങ്ങനെ റഫേലിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വിവരങ്ങളാണ് ഹരീഷ് ദില്ലിയിൽ നിന്ന് നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകിയതിൽ വൻ അഴിമതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദാനിക്ക് വിമാനത്താവളം ലഭിക്കുന്നത് മുതൽ മുടക്കില്ലാതെയാണ്. വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ വിചിത്രമായ മാനദണ്ഡമാണ് ഉയർന്നതെന്നും അദാനി കരാർ നടത്തിപ്പിൽ നിന്ന് പിന്മാറണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അദാനിക്ക് ഒരു റുപ്യയുടെ പോലും മുതൽ മുടക്കില്ലാതെയാണ് 30,000 കോടി രൂപ ആസ്തിയുള്ള ഈ വിമാനത്താവളം മോദിയും അദാനിയും കൂടി തട്ടിയെടുക്കുന്നത്. അദാനി കൊടുക്കാമെന്ന് പറഞ്ഞ അതേ തുക സ്റ്റേറ്റ് ഗവൺമെൻറ് തരാം എന്ന് പറഞ്ഞ് നേരത്തെ ആരാണോ കൂടുതൽ കോട്ട് ചെയ്തത് ആ തുക ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് സംസ്ഥാന കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പ് ഇതിൽ സ്വയം പിന്മാറണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദ്ദേഹം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ദോഷകരമായിട്ട് വരും അദ്ദേഹം ഈ സ്ഥാപനം നടത്താൻ മുന്നോട്ട് വന്നാൽ. അതുകൊണ്ട് സ്വയം ഇത് പിന്മാറി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിക്ക് ഇത് കൊടുക്കാൻ തയ്യാറാവണം. കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയതിന് പിന്നിൽ കൊള്ളയും കുംഭകോണവും നടന്നു എന്നാരോപിച്ചാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. പ്രതിവർഷം 17,830 കോടി രൂപ വരുമാനവും 30,000 കോടി രൂപ ആസ്തിയുമുള്ള തിരുവനന്തപുരം വിമാനത്താവളം അദാനി സ്വന്തമാക്കിയത് യാതൊരു മുതൽ മുടക്കുമില്ലാതെയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ഏതാണ്ട് 2017-2018 സാമ്പത്തിക വർഷത്തിൽ 43 ലക്ഷത്തിലേറെ യാത്രക്കാർ ആഭ്യന്തര രാജ്യാന്തര തലത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ആഭ്യന്തര യാത്രക്കാരൻ 468 രൂപയും വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാരൻ 988 രൂപയുമാണ് യൂസർ ഫീ ഇനത്തിൽ നൽകേണ്ടത്. എന്നാൽ അദാനി അതിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇപ്പോൾ നൽകുമെന്ന് പറയുന്ന തുക കേവലം 168 രൂപ മാത്രമാണ്. ഇത് വളരെ ഭീമമായ ലാഭമാണ് അദാനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഒന്നാമത്തെ ആരോപണം. തിരുവനന്തപുരം അടക്കമുള്ള 5 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ മുൻ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചിരുന്നപ്പോൾ പുലർത്തിയിരുന്ന മാനദണ്ഡമോ മാതൃകയോ ആയിരുന്നില്ല സ്വീകരിച്ചത് എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം. ദില്ലി, മുംബൈ വിമാനത്താവളങ്ങൾ മുമ്പ് സ്വകാര്യവൽക്കരിച്ചിരുന്നു. അന്ന് നിശ്ചിതമായ തുക, എത്ര തുകയാണോ ഒരു വർഷം വിമാനത്താവള കമ്പനിക്ക് ലഭിക്കുക അതിന്റെ നിശ്ചിതമായ ഒരു ശതമാനം, 46% ദില്ലിക്ക് മാതൃകയെങ്കിൽ 37% മുംബൈക്ക് സ്വീകരിച്ചിരുന്ന മാനദണ്ഡം.
എന്നാൽ ആ മാനദണ്ഡം ഒഴിവാക്കിക്കൊണ്ട് പകരം പെർ പാസഞ്ചർ എന്ന നിലയിലേക്ക് 168 രൂപ എന്ന നിരക്കിലേക്ക് ഇത് വരുന്നത് വലിയ കൊള്ളയാണ് ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആരോപണം. രണ്ട്, തിരുവനന്തപുരം വിമാനത്താവളം വിവിധ ഷോപ്പുകൾ, അതോടൊപ്പം ലാൻഡിംഗ് ചാർജ്, പാർക്കിംഗ് ചാർജ് അടക്കമുള്ളവ എന്നിവ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് മൊത്തം 17,830 കോടി രൂപ പ്രതിവർഷം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അദാനി സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത് വളരെ തുച്ഛമായൊരു തുകയാണ്. മൂന്നാമത്തെ ആരോപണം 1994 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 2003 അന്നത്തെ വാജ്പേയി സർക്കാർ ഭേദഗതി ചെയ്തിരുന്നു. അന്ന് 30 വർഷത്തേക്ക് മാത്രമാണ് ഒരു വിമാനത്താവളം പാട്ടത്തിന് സ്വകാര്യവൽക്കരിക്കാനോ വിട്ടു നിൽക്കുക. എന്നാൽ 50 വർഷത്തേക്ക് ഇതിന്റെ കരാർ വ്യവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ദുരൂഹമാണ്. ഇത് കേന്ദ്ര മന്ത്രിസഭയോ നിയമം മാറ്റേണ്ട പാർലമെന്റോ അറിയാതെ നീതി ആയോഗ് എന്ന സമ്പ്രദായം വഴിയാണ് ഇത് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഒപ്പം 5500 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. ഇവരിൽ 80% മാത്രമാണ് കമ്പനി ഉൾക്കൊള്ളേണ്ടത് എന്നതാണ് കരാർ വ്യവസ്ഥ. ബാക്കി 20% ജീവനക്കാർ എന്ത് ചെയ്യണമെന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. ഭാവിയിൽ ഇതൊരു കാർഗോയ്ക്ക് മാത്രം പ്രാധാന്യമുള്ള വിമാനത്താവളം ആയി മാറിക്കൂടായില്ല. അതിനാൽ ഈ കാര്യത്തിൽ സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തണം. ഒപ്പം അദാനി ഈ കരാറിൽ ഈ ബിഡിങ്ങിൽ നിന്നും അദാനി പിന്മാറണം. വിമാനത്താവള കൈമാറ്റത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അതോടൊപ്പം അദാനി വാഗ്ദാനം ചെയ്ത തുക നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. തിരുവനന്തപുരം MP ഈ കാര്യത്തിൽ ഒരു ഇടനിലക്കാരനായി എന്ന് ഇതിനോടകം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ നടപടിയെ എതിർക്കാത്തതെന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPIM-ന്റെ സ്ഥാനാർത്ഥികളെ വരുന്ന 9-ാം തീയതി പ്രഖ്യാപിക്കുമെന്നും 8-ാം തീയതി LDF യോഗത്തിന് ശേഷം ഈ കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണ എത്തിച്ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ശരി ജീവൻ. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ നടപടി സ്വേച്ഛാപരമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹർജി സമർപ്പിച്ചു. സ്വകാര്യവൽക്കരണ തീരുമാനം പൊതുതാൽപര്യത്തിന് എതിരാണെന്ന് സർക്കാർ ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഹർജി കോടതി നാളെ പരിഗണിക്കും. തിരുവനന്തപുരം വിമാനത്താവളം സംസ്ഥാന സർക്കാരിന്റെ സ്വത്താണെന്ന് ഹർജിയിൽ വിശദമാക്കുന്നു. വിമാനത്താവളത്തിന് തിരുവിതാംകൂർ രാജ്യം നൽകിയ 258.06 ഏക്കർ ഭൂമി നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. 2003 കാലഘട്ടത്തിൽ 27 ഏക്കർ ഭൂമി സൗജന്യമായി ഏറ്റെടുത്ത് നൽകിയിരുന്നു. സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ലെന്നാണ് അന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചത്. അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ സ്വകാര്യവൽക്കരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു. വിമാനത്താവളം മറ്റാർക്കെങ്കിലും നൽകുന്നുവെങ്കിൽ 2 വിമാനത്താവളം നടത്തി പരിചയമുള്ള കേരള സർക്കാരിന് തന്നെ നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഡൽഹി, മുംബൈ വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുമ്പോൾ മുൻപരിചയം നിർബന്ധമായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് യോഗ്യതയുള്ളതിനാലാണ് മുൻപരിചയം എന്ന വ്യവസ്ഥ കേന്ദ്രം ഒഴിവാക്കിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെയാണ് സ്വകാര്യവൽക്കരണ നീക്കമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജി കോടതി നാളെ പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ ഇടപെടൽ. കർഷകരുടെ എല്ലാ വായ്പകൾക്കും ഈ വർഷം ഡിസംബർ 31 വരെ മൊറട്ടോറിയം നീട്ടിയത് ബാങ്കുകൾ തത്വത്തിൽ അംഗീകരിച്ചു. ഈ കാലയളവിൽ വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകില്ല. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണം എന്ന സർക്കാർ ആവശ്യം ബാങ്കുകൾ സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പ്രതിനിധികളുടെ യോഗത്തിന്റേതാണ് ഈ തീരുമാനം. പ്രളയത്തെ തുടർന്ന് വിളകൾ നശിച്ചു ദുരിതത്തിലായ കർഷകർക്ക് ആശ്വാസമേകുന്നതാണ് സർക്കാരിന്റെ ഇടപെടൽ. അടുത്ത 1 വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ബാങ്കുകൾ അംഗീകരിച്ചു. കടാശ്വാസ പരിധി 2 ലക്ഷമാക്കിയതും ബാങ്കേഴ്സ് സമിതി അംഗീകരിച്ചതായി കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. കർഷകരെടുത്തിരിക്കുന്ന കാർഷിക ലോണുകൾ മാത്രമല്ല, കർഷകര് കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള കർഷകരെടുത്തിരിക്കുന്ന കാർഷികേതര ലോണുകൾ അടക്കമുള്ള എല്ലാ ലോണുകൾക്കും ഡിസംബർ മാസം 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം SLBC യോഗത്തിൽ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലകളിൽ, ആ പ്രദേശങ്ങളിൽ
ടൈം ബാർ അവർക്ക് വെയ്വ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ സർഫാസി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും എടുക്കില്ലെന്ന് ബാങ്കുകൾ സർക്കാരിന് യോഗത്തിൽ ഉറപ്പു നൽകി. ഇതിനായി റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി വാങ്ങാനും തീരുമാനമായി. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ ആവശ്യം ബാങ്കേഴ്സ് സമിതി സ്വാഗതം ചെയ്തു. ഇടുക്കിയിലെ സ്ഥിതിഗതികൾ നാളെ കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ ജില്ലാതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിലയിരുത്തും. പഞ്ചായത്ത് തലത്തിലും ഇനി കർഷകരുടെ യോഗം വിളിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ഒന്നിച്ചിരുത്തിയാകും യോഗം നടത്തുക. നേരത്തെ വായ്പയെടുത്ത കർഷകർക്ക് പുതിയ വായ്പ നിഷേധിക്കരുതെന്നും ബാങ്കേഴ്സ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച എല്ലാ നടപടികളും റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാകും നടപ്പാക്കുക. ഇതിനായി ഈ മാസം 12-ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ RBI ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അയോധ്യയിലെ ഭൂമി തർക്കം മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കുന്ന കാര്യത്തിൽ ഉത്തരവിടാൻ ഒരുങ്ങി സുപ്രീം കോടതി. മധ്യസ്ഥതാ സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പേരുകൾ നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് ഇന്ന് വൈകിട്ട് വരെ കോടതി സമയം നൽകിയിട്ടുണ്ട്. മധ്യസ്ഥതയെ സുന്നി വഖഫ് ബോർഡ് അനുകൂലിച്ചപ്പോൾ ഹിന്ദു മഹാസഭയും രാംലല്ലയും ഉത്തർപ്രദേശ് സർക്കാരും എതിർത്തു. അയോധ്യയിൽ തർക്കത്തിലുള്ള 2.77 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് 6 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ആഴ്ച മാറ്റിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ തർജ്ജമയുടെ കൃത്യത സുന്നി വഖഫ് ബോർഡിന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേസ് മാറ്റിയത്. ഈ കാലയളവിനുള്ളിൽ തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് കോടതി നോക്കുന്നത്. കേസിൽ വാദം കേൾക്കുന്നതിനിടെ സമവായ നീക്കമെന്ന ആശയം ജസ്റ്റിസ് S.A. ബോബ്ഡെയാണ് മുന്നോട്ട് വെച്ചത്. അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും തർക്കം പരിഹരിക്കാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഈ നീക്കം. ഇത് ഭൂമി തർക്കമല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അതും പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. മധ്യസ്ഥ ചർച്ചകൾ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്നായിരുന്നു സുന്നി വഖഫ് ബോർഡിന്റെ പ്രതികരണം. നിർദ്ദേശത്തോട് രാമജന്മഭൂമി ന്യാസ് ഉൾപ്പെടെയുള്ള ഹിന്ദു കക്ഷികൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. തുടർന്നാണ് ഈ വിഷയം മാത്രം തീരുമാനമെടുക്കാൻ കേസ് ഇന്ന് പരിഗണിക്കാൻ നിശ്ചയിച്ചത്. മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. ചർച്ചകൾക്ക് അനുകൂലമായി ഉത്തരവിടുകയാണെങ്കിൽ കോടതി തന്നെ മധ്യസ്ഥനായി ഒരാളെ നിയോഗിക്കും. മധ്യസ്ഥയിലൂടെ വിഷയം പരിഹരിച്ചൂടെയെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് JS ഗഹാർ നേരത്തെ ചോദിച്ചിരുന്നു. തുടർന്ന് ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി അയോധ്യ കേസ് അന്തിമമായി തീർപ്പാക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചർച്ച് ആക്ട് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്നും മതമേലധ്യക്ഷന്മാർ പറഞ്ഞു. മത്സരിക്കും എന്ന് ആവർത്തിച്ച കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് MLA കോട്ടയത്ത് മത്സരിക്കാൻ ഒരുക്കമാണെന്നും നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റിൽ തീരുമാനമായില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസുമായും UDF-ലും ചർച്ച തുടരുമെന്നും 9-ന് ചേരുന്ന പ്രവർത്തക സമിതിക്ക് മുൻപായി അന്തിമ തീരുമാനമുണ്ടാവുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന് ഹൈക്കോടതിയുടെ വിമർശനം. മിന്നൽ ഹർത്താലുകൾ തടഞ്ഞുകൊണ്ടുള്ള കേസിൽ കക്ഷിയല്ലായിരുന്നു എന്നത് മതിയായ ന്യായീകരണമാണോ എന്ന് കോടതി ചോദിച്ചു. മറ്റുള്ളവരുടെ മൌലികാവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല എന്നും പ്രകോപനം എന്തായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി.